Hello friends, welcome back to StuTrend. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്റർ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റർ തുടങ്ങുമ്പോഴും നമ്മൾ ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാറുണ്ട് അല്ലേ. സോ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് എനിക്ക് പറയാനൊരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. നൈസായിട്ട് തന്നെ നമുക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ആകെ 2 ഫോക്കസ് ഏരിയ ടോപ്പിക്ക് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ചാപ്റ്ററിലോട്ട് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ട്, അതായത് കണ്ടന്റ് ബേസ്ഡ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. കാരണം നേരിട്ട് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളുള്ള ഫോർമുലാസ് എഴുതുമ്പോൾ അതിലുള്ള പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ആവണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. കുറച്ച് കടുകട്ടി പാരാമീറ്റേഴ്സ് ചിലപ്പോൾ വന്നു എന്നിരിക്കാം. സോ അതുകൊണ്ട് തന്നെ എന്താണ് വേവ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് തുടങ്ങിയ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നേരിട്ട് നമുക്ക് ഫോക്കസ് ഏരിയയിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വേവ്? വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കേട്ടിട്ടുണ്ടാവില്ലേ, തിരമാലയാണോ വേവ് എന്നൊക്കെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവില്ലേ. സോ വേവ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ എ മീഡിയം ബൈ മീൻസ് ഓഫ് വൈബ്രേഷൻ without the actual transfer of matter. Without the actual transfer of matter. ഒന്നുകൂടി പറഞ്ഞുതരാം ഇംഗ്ലീഷിൽ തന്നെ. Wave is a mode of transfer of energy from one point to another point in a medium by means of vibration without the actual transfer of matter. മലയാളത്തിൽ പറയാവേ, അതായത് വേവ് എന്ന് പറഞ്ഞാൽ ഒരു എനർജി ട്രാൻസ്ഫർ ആണ്. ഒരു മീഡിയം എടുത്തു കഴിഞ്ഞാൽ ആ മീഡിയത്തിൽ നടക്കുന്ന ഒരു എനർജി ട്രാൻസ്ഫറിനെയാണ് നമുക്ക് വേവ്സ് എന്ന് പറയാം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് വൈബ്രേഷൻസിന്റെ രൂപത്തിൽ എനർജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനെയാണ് വേവ്സ് എന്ന് പറയാം. പക്ഷെ വേവ്സിൽ ഒരിക്കലും എന്താണ് മാറ്റർ ട്രാൻസ്ഫർ ആവില്ല. മാറ്റർ ട്രാൻസ്ഫർ അവിടെ നടക്കില്ല. എനർജി മാത്രമേ മാറുന്നു. എനർജി മാത്രമേ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. മാറ്റർ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? മനസ്സിലാക്കി വെക്കാം. ഉദാഹരണം പറയാട്ടാ, കാരണം നമുക്ക് ലൈവ് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഒരു കുളം ഉണ്ടെന്ന് വിചാരിക്കാം. കുളത്തിൽ പോയിട്ട് ഞാനൊരു കല്ല് കൊണ്ടുപോയി കുളത്തിൽ കൊണ്ട് ഇട്ടു. കുളത്തിന് നടുവിൽ ഞാനൊരു കല്ലിട്ടു എന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? സോ ആ കല്ലിട്ട ഭാഗത്ത് നിന്ന് കുളത്തിന്റെ ചുറ്റുപാടേക്ക് വേവ്സ് വരുമല്ലോ. വേവ്സ് വരും. അതായത് നമ്മളൊരു പോയിന്റിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കല്ലിട്ടിരിക്കുന്നത്. പക്ഷെ ആ കല്ലിട്ടത് മൂലമുള്ള എനർജി, ആ കല്ല് വീണത് കൊണ്ടുള്ള എനർജി എന്ന് പറയുന്നത് ആ കുളത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും ഈക്വലി ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ അല്ലേ? എല്ലാ ഭാഗത്തോട്ടും വേവ്സിന്റെ രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഈ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഇടുന്നില്ലല്ലോ. അതായത് പറയുന്നത് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ അല്ലെങ്കിൽ വിത്തൗട്ട് ദ പ്രൊപ്പഗേഷൻ ഓഫ് മാറ്റർ, മാറ്റർ ഒരിക്കലും എങ്ങോട്ടും പോകുന്നില്ല. അത് മൂലമുണ്ടാവുന്ന എനർജി മാത്രമാണ് വേവിന്റെ രൂപത്തിൽ പോകുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് ഈ പറയുന്ന വേവിന് ഒരു ഉദാഹരണം. അടുത്തൊരു എക്സാമ്പിൾ പറയട്ടെ, ലൈവ്ലി എക്സാമ്പിൾ. ഒരു കുട്ടീനെ ഞാൻ ചെവിയെ ചേർത്തി വെച്ചിട്ട്, അതായത് ഇങ്ങനെ ചേർത്തി വെച്ചിട്ട് ഇവിടെ നിർത്തിയെന്ന് വിചാരിക്കാം. ഞാനൊരു ചുറ്റിക കൊണ്ട് ഈ ബോർഡിന്റെ ഈ വശം അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ചെവി പുകഞ്ഞു പോകില്ല. കാരണം എന്താണ്? ഈ സൗണ്ട് അത്രയും ഇന്റൻസ് ആയിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ഈ ബോർഡിന്റെ ഈ പാർട്ടോ ആ പാർട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീയോ ഇല്ല. അതാണ് പറയുന്നത് മാറ്ററിന് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അതുമൂലം അല്ലെങ്കിൽ എനർജി മാത്രമാണ് ഈ മാറ്ററിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എനർജി മാത്രമാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? സൗണ്ട് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൗണ്ട് വേവ്സിന്റെ രൂപത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് വേവ്സ് എന്നൊരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ആദ്യത്തെ എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ് ആണ്. മെക്കാനിക്കൽ വേവ്സ്, മെക്കാനിക്കൽ എനർജിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഇവിടെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ് ആണ് പഠിക്കാനുള്ളത്. എന്താണ് മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു വെച്ചാൽ ദ വേവ് വിച്ച് നീഡ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. എന്താണ് പറയുന്നത്? മീഡിയം. ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു മീഡിയം വേണം. ഇടനിലക്കാരനാണ് മീഡിയേറ്റർ എന്നൊക്കെ പറയാം അല്ലെ. സോ ഇവിടെ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. ഉദാഹരണം പറയട്ടെ, സൗണ്ട് വേവ് ഒരു ഉദാഹരണമാണ്. കാരണം ഇവിടെ എയർ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് കേൾക്കുന്നത്. ഇതേ പറയൽ ഞാൻ ചന്ദ്രനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. ചന്ദ്രനിൽ ആളില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, ചന്ദ്രനകത്ത് എയർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ആരും കേൾക്കുക. ഇയാൾ എന്താ പറയുന്നത്, ചന്ദ്രനിൽ പോയി പറഞ്ഞ ആര് കേൾക്കാണെന്നാണെന്ന് പലർക്കും തോന്നും. അതല്ല കാര്യം. ഇവിടെ എയർ ഉണ്ട്, ചന്ദ്രനിൽ എയർ ഇല്ല. മീഡിയം ഉണ്ട്, അവിടെ മീഡിയം ഇല്ല. സോ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള മെക്കാനിക്കൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. ഇറ്റ് നീഡ്സ് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ അല്ലേ? സോ ഇതിന് ഉദാഹരണമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉദാഹരണം ലൈറ്റ് അല്ല, സോറി, സൗണ്ട് വേവ് ആണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ക്ലിയർ? സോ മെക്കാനിക്കൽ വേവിന് ഏറ്റവും സിമ്പിൾ ആയ ഉദാഹരണമാണ് സൗണ്ട് വേവ്. ഇറ്റ് നീഡ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഇറ്റ് നീഡ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അഥവാ EM വേവ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അഥവാ EM വേവ്. EM വേവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് മീഡിയം വേണ്ട. മെക്കാനിക്കൽ വേവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മീഡിയം വേണം. സൗണ്ട് വേവ് EM വേവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മീഡിയം വേണ്ട. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് ഇതിനെ പറയാം.
ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് +2 പഠിക്കാനുണ്ട് കേട്ടോ. +2 ഈ പറയുന്ന വേവ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇവിടെ നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലിയർ? സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡസന്റ് നീഡ് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ ഇതിന് മീഡിയം വേണ്ട, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണ്ട. ഉദാഹരണം എന്ന് വെച്ചാൽ എക്സ്റേ, ലൈറ്റ് വേവ്, അൾട്രാ വയലറ്റ്, ഇതെല്ലാമാണ് EM വേവിന് ഉദാഹരണം എന്ന് പറയുന്നത്. എക്സ്റേ, ലൈറ്റ് വേവ്, അൾട്രാ വയലറ്റ് ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഉദാഹരണമാണ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അതായത് ഞാൻ ഇവിടെ ടോർച്ച് അടിച്ചാലും ചന്ദ്രനിൽ പോയി ടോർച്ച് അടിച്ചാലും കാണാൻ പറ്റില്ല, വെട്ടം കാണാൻ പറ്റും. സോ ഇതൊക്കെ എന്തിനാണ് ഉദാഹരണം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഉദാഹരണമാണ്. അടുത്തത് മാറ്റർ വേവ്സ് ആണ്. മാറ്റർ വേവ്സ് ഈ പേരിൽ തന്നെയുണ്ട്, ദ വേവ് അസോസിയേറ്റഡ് വിത്ത് എ മാറ്റർ. മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവിനെയാണ് നമ്മൾ എന്ത് പറയാ? മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. വേവ് അസോസിയേറ്റഡ് ബൈ എ മാറ്റർ. ഉദാഹരണം വേവ്സ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഒക്കെ വേവ്സിന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? മാറ്റർ വേവ്സ് എന്ന് പറയാൻ പറ്റും. അതായത് മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ്സിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? മാറ്റർ വേവ് എന്ന് പറയാം. സോ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും വേവ്സിന് നമുക്ക് എന്ത് പറയാം? മാറ്റർ വേവ്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ 3 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. മെക്കാനിക്കൽ വേവിന് മീഡിയം ആവശ്യമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് മീഡിയം ആവശ്യമില്ല. ഉദാഹരണം പഠിക്കുക. ഇത് സൗണ്ട് വേവ്, ഇവിടെ കുറെ എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. മാറ്റർ വേവ് എന്ന് പറഞ്ഞാൽ വേവ് അസോസിയേറ്റഡ് ബൈ മാറ്റർ. മാറ്ററുമായി അസോസിയേറ്റ് ചെയ്ത വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മാറ്റർ വേവ്സ് എന്ന് പറയാം. ഉദാഹരണം വേവ്സ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺ. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് പുറമെ 2 ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട് കേട്ടോ. ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ, കുറച്ച് സ്പീഡ് കൂടുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. സോ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് കൂടാതെയുള്ള 2 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഇത് കൂടാതെയുള്ള 2 ക്ലാസിഫിക്കേഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരിക്കുന്നില്ല. പൊതുവെ ടീച്ചർമാർ അങ്ങനെയാ പറയാ. +1 പോയാൽ മക്കളെ ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. +2 പോയാൽ ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നില്ല ടീച്ചർമാരെ. പക്ഷെ അത് ഞാൻ പറയുന്നില്ല. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണെന്നും ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? സോ ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് തുടങ്ങാം. ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വേവ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത് വിചാരിക്കാം. വേവ് ഈ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഇവിടെയുള്ള മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് വേവിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേവിന്റെ ഡയറക്ഷൻ ഇപ്പൊ X ഡയറക്ഷനിലാണെങ്കിൽ പാർട്ടിക്കിൾസ് Y ഡയറക്ഷനിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? വേവ് X ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ പാർട്ടിക്കിൾസ് Y ഡയറക്ഷനിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ അത്തരത്തിലുള്ള വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം എന്ന് വെച്ചാൽ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ആണ് ഇതിന് ഉദാഹരണം. സ്ട്രെച്ചഡ് സ്ട്രിംഗ്, ഒരു സ്ട്രെച്ചഡ് സ്ട്രിംഗിൽ ഉണ്ടാവുന്ന വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവിന് ഉദാഹരണമാണ്. അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് നേരെ ഇതിന് ഓപ്പോസിറ്റ് ആണ്. അതായത് വേവിന്റെ ഡയറക്ഷനും ഈ പറയുന്ന പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷനും പാരലൽ ആയിരിക്കും. വേവിന്റെ ഡയറക്ഷനും പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷനും പാരലൽ ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഉദാഹരണം എന്ന് പറയുന്നത് സൗണ്ട് വേവ് ആണ്. സൗണ്ട് വേവ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഉദാഹരണം. സോ 2 മേജർ ക്ലാസിഫിക്കേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെയുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ വേവിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ വേവിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കേസിൽ ഈ പറയുന്ന വേവും പാർട്ടിക്കിൾസും പാരലൽ ആയിരിക്കും. വേവും പാർട്ടിക്കിൾസും പാരലൽ ആയിരിക്കും. ഉദാഹരണം സൗണ്ട് വേവ് ആണ്. ഇവിടെ സ്ട്രെച്ചഡ് സ്ട്രിംഗിലുള്ള വേവ് ആണ് ഇതിന് ഉദാഹരണം. സ്ട്രെച്ചഡ് സ്ട്രിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രിംഗ് നമ്മൾ ഇങ്ങനെ സ്ട്രിംഗ് 2 എൻഡിലും സ്ട്രെച്ച് ചെയ്ത് ഈ ഭാഗം എടുത്ത് ഞാൻ ഇങ്ങനെ പൊക്കി എന്ന് വിചാരിക്കാം. സോ ഈ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യല്ലേ? സോ അതാണ് നമ്മുടെ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ആണ് ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് വേവിന് ഉദാഹരണം എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് കാര്യം മനസ്സിലാക്കുക. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വൽ ഫോക്കസ് ചെയ്ത ടോപ്പിക്കിൽ നമ്മൾ ഇനിയും കടന്നിട്ടില്ല, നമുക്ക് കടക്കാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് എടുക്കാം. ഇനിയാണ് നമ്മൾ ഫോക്കസ് ഏരിയ പോയിന്റിലോട്ട് കയറുന്നത് കേട്ടോ. ഇത്ര നേരം നമ്മൾ ഫോക്കസ് ഏരിയ അല്ല പഠിച്ചത്, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. തെറ്റിദ്ധരിക്കരുത്, ഫോക്കസ് ഏരിയ മാത്രമേ പരീക്ഷയ്ക്ക് വരും എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. കാരണം നിങ്ങൾക്ക് ഇരട്ടി മാർക്കിനുള്ള ചോദ്യം വരും. സോ ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള കണ്ടന്റുകളും പരീക്ഷയ്ക്ക് വരാം. സോ അത് പഠിക്കുന്നതുകൊണ്ട് അയ്യോ ഇത് വലിയ പ്രശ്നമാണെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. ഫൈൻ. സോ നമ്മുടെ അടുത്ത അല്ലെങ്കിൽ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് എക്സ്പ്രഷൻ ഫോർ പ്രോഗ്രസീവ് വേവ്. പ്രോഗ്രസീവ് വേവിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പേര് വേവ് ഇക്വേഷൻ എന്നാണ് പേര് കേട്ടോ. വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോർ പ്രോഗ്രസീവ് വേവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഡെറിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ.
സോ നേരിട്ട് ഇക്വേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു വേവിനെ കുറിച്ച് അല്ലെങ്കിൽ വേവിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു പ്രോഗ്രസീവ് വേവ് നമുക്കൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് കേട്ടോ. സോ ആ ഒരു ഉദാഹരണം കൺസിഡർ ചെയ്യാം. സോ ഇതൊരു വേവ് ആണെന്ന് വിചാരിക്കും, ഇതൊരു വേവ് ആണ്. സോ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക ട്രാൻസ്വേഴ്സ് വേവില്? ഇപ്പൊ ഇത് എക്സ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക, ഇത് y ഡയറക്ഷൻ ആണ് വിചാരിക്കുക. പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അല്ലേ? സോ എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. സോ ഇതെല്ലാം പാർട്ടിക്കിൾസ് ആണ്. സോ ഈ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. വൃത്തിയായിട്ട് മനസ്സിലാക്കാം, പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. സോ ഈ സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഈ സ്ട്രിങ് ഇതൊരു സ്ട്രിങ് ആണെന്ന് വിചാരിച്ചാലും മതി കേട്ടോ, ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണെന്ന് വിചാരിക്കാം. സോ ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിന്റെ മീൻ പൊസിഷൻ, അതാണ് അതിന്റെ മീൻ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്ന് പറയാം. അതായത് ഈ പറയുന്ന സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെ മോളിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വലിച്ചു വിടുമ്പോഴാണ് ഈ രീതിയിൽ ആ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതിന്റെ ഇനീഷ്യൽ പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ പൊസിഷൻ എന്ന് പറയാം. സോ ഒരു മീൻ പൊസിഷന് ആ പറയുന്ന പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അതിന്റെ പൊസിഷനിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ ഈ ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ? നമ്മൾ സ്ട്രിംഗ് ആണെങ്കിൽ നമ്മൾ പിടിച്ചിങ്ങനെ വലിച്ചു വിട്ടു വെച്ചാൽ അതിൽ എന്താണ്? വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ വേവ്സ് ജനറേറ്റ് ചെയ്യും. സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ y എന്നാണ് കൊടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഈസ് റെഫേർഡ് ആസ് y എന്നാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തിന്റെയൊക്കെ ഫംഗ്ഷൻസ് ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് അറിയണം, ഇപ്പൊ x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു വെക്കുക, അല്ലെങ്കിൽ x എന്ന് പറയുന്ന പൊസിഷൻ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കില്ല ഈ പറയുന്നത്. ഇതിപ്പോ x1 ആയിട്ട് എടുത്തു, x2 ആയിട്ട് എടുത്തു വെക്കാം. സോ ഇവിടെയുള്ള പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ പൊസിഷൻ, വേവിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നു? ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന് മാറ്റം വരും. കാരണം x1ലുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കില്ല x2ൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ പറയുന്ന പൊസിഷന്റെ ഒരു ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടൈം, സമയത്തിനനുസരിച്ചും പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റിന് മാറ്റം വരും. സോ y ഓഫ് x, t എന്നാണ് നമ്മൾ എഴുതുക. y ഓഫ് x, t എന്നാണ് എഴുതുക. എന്തുകൊണ്ടാണ് എക്സും ടിയും വന്നത്? ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കാണാം കേട്ടോ. അടുത്തത് ഇക്വേഷൻ ഈക്വൽ ടു a cos kx മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ട്ടാ. a cos kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ചിലർക്കെങ്കിലും തോന്നുന്നത് ABCDയിലെ എല്ലാ ആൽഫബറ്റ്സും ഉണ്ടല്ലോ, ഇതെന്ത് ഇക്വേഷൻ ആണെന്നൊക്കെ ചിലർക്ക് തോന്നും. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ് ട്ടാ. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് നമുക്കൊരു കാര്യം നോക്കിയാൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് നോക്കാം. സോ നമ്മുടെ ഒരു വേവ് കൺസിഡർ ചെയ്യുക. ഇതാണ് വേവ് എന്ന് വിചാരിക്കുക. ഫൈൻ, ഇതാണ് വേവ് എന്ന് പറയാ. സോ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഈ പറയുന്ന വേവിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? വേവിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് എന്ന് പറയാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്, അതായത് a എന്ന് പറയും. k ആണ് നമ്മുടെ വേവ് നമ്പർ ആണ്. വേവ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ? k എന്ന് പറയാം. k is the വേവ് നമ്പർ. കെയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. k equal to 2π divided by lambda ആണ്. പ്രോബ്ലംസ് ചോദിക്കാം. സോ കെയുടെ വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കെയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയിക്കണം. x എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്, അത് പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഒമേഗ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒമേഗ ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി, അത് അറിഞ്ഞിരിക്കണം. ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് ആണ്. ഇനീഷ്യൽ ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈ എന്ന് പറയുന്നത്. ഫൈ ഇസ് ദ ഇനീഷ്യൽ ഫേസ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ് ട്ടോ. പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ് ഇത് ട്ടോ. സോ നെഗറ്റീവ് എക്സ് ആക്സിസിലുള്ള വേവിന്റെ പ്രൊപ്പഗേഷൻ പറയട്ടെ. y ഓഫ് x, t a cos kx പ്ലസ് ഒമേഗ ടി പ്ലസ് 5 എല്ലാം പ്ലസ് ആയിരിക്കും. ഇതാണ് നെഗറ്റീവ് എക്സ് ആക്സിസിലുള്ള വേവിന്റെ പ്രൊപ്പഗേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ്. ഇവിടെ എല്ലാം പ്ലസ് വരും. നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം പ്ലസ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ kx മൈനസ് ഒമേഗ ടി എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കാട്ടോ. അല്ലാതെ പോസിറ്റീവിന് എല്ലാം പ്ലസും നെഗറ്റീവിന് മൈനസും ഇട്ട് വെക്കരുത്. ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പാരാമീറ്റേഴ്സ്. ഒന്നുകൂടി പറഞ്ഞുതരാം. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, k എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ ആണ്, x എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്, t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്.
ഫൈ എന്ന് പറഞ്ഞു വെച്ചാൽ ഫേസ് ആണ്. ഫേസിനെയാണ് നമ്മൾ ഫൈ എന്ന് പറയാം. ക്ലിയർ? സോറി, ഇനീഷ്യൽ ഫേസിനെയാണ് ഫൈ എന്ന് പറയാ. ഈ മൂന്നെണ്ണവും അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്തിട്ട എല്ലാത്തിനെയും കൂടിയിട്ട് നമ്മൾ ഫേസ് എന്ന് പറയാറുണ്ട് കേട്ടോ. ചില ബുക്കുകളിൽ ബ്രാക്കറ്റിനകത്തിട്ട കംപ്ലീറ്റ് ടേംസിനെ ഫേസ് എന്നൊരു ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ക്ലിയർ അല്ലേ? സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കുറച്ച് ഈ പറഞ്ഞ വേവിന്റെ കുറച്ച് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇക്വേഷനിലുള്ള പാരാമീറ്ററിന് പുറകെ കുറച്ചുകൂടി പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ക്രസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ട്രഫ് എന്താണ്. ക്രസ്റ്റും ട്രഫും ആണ് നമുക്ക് അടുത്തതായിട്ട് അറിയാനുള്ളത്. സോ ഇതൊരു വേവ് ആണെന്ന് വിചാരിക്കാം. സോ ഈ വേവ് ഈ രീതിയിലാണ് പോകുന്നത് വെക്കാം. ഇത് എന്താണ് ക്രസ്റ്റ്? ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം. ക്രസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിലുള്ള ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റിനെയാണ് ക്രസ്റ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഈ വേവിന്റെ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് മുകളിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ മാക്സിമം പോയിന്റിനെയാണ് ക്രസ്റ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഈ എക്സ്ട്രീം പോയിന്റ് ഓഫ് ദ വേവിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ക്രസ്റ്റിനെ കുറിച്ച് ഐഡിയ കിട്ടി. അടുത്ത ട്രഫ് എന്താണെന്ന് അറിയണ്ടേ? ട്രഫ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടുള്ളതിൽ, സോ ഈ പോയിന്റ് ആണ് നമ്മുടെ ട്രഫ് എന്ന് പറയുന്നത്. ക്ലിയർ? താഴോട്ടുള്ളതിൽ ഈ പോയിന്റ് ആണ് ട്രഫ്, ഈ പോയിന്റ് ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത കാര്യം വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് എന്ന് അറിയണം. അതായത് ലാംഡ എന്താണ്? വേവ് ലെങ്ത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ലാംഡ ഇസ് ദ വേവ് ലെങ്ത്. സോ എങ്ങനെയാണ് നമുക്ക് വേവ് ലെങ്ത് അറിയാന്ന് പറഞ്ഞു വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരത്തിന് നമുക്ക് എന്ത് പറയാം? ലാംഡ അഥവാ വേവ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ട്രഫുകൾ തമ്മിലുള്ള ദൂരം, രണ്ട് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം, അതർവൈസ് രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫ്, ഇവിടെ അടുത്ത ട്രഫ് വരയ്ക്കാനുള്ള സ്ഥലമില്ല. സോ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിന് നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അതുമല്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം, അതായത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ ദൂരമാണ് നമ്മൾ എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം. ക്ലിയർ? സോ ഈ ഒരു പോയിന്റ് മുതൽ ഈ വരെയുള്ള പോയിന്റ് വരെയും നമുക്ക് എന്ത് പറയാം? ഒരു വേവ് ലെങ്ത് ആണെന്ന് പറയാം. അതർവൈസ് രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫ് മൂലമുള്ളത് അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫ് അല്ലെങ്കിൽ ക്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസത്തിന് നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ടൈം പീരീഡ് ആണ്. എന്താണ് ടൈം പീരീഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കവർ ചെയ്യാൻ വേവിന് ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ദാറ്റ് മീൻസ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതിനെയാണ് കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ക്രസ്റ്റും ഇത് ട്രഫും. സോ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നതിനെ ഒരു സൈക്കിൾ എന്ന് പറയാം. സോ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കവർ ചെയ്യാൻ ഈ പറയുന്ന വേവിന് എത്ര സമയം എടുക്കും അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. Time period is the time taken by the wave to complete a one cycle. ഒരു one cycle complete ചെയ്യാൻ വേണ്ടിയിട്ട് വേവിന് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ടൈം പീരീഡ് അഥവാ ടി. ഇതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ടി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വൻസിനെ ന്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, എഫ് എന്ന് ഡിനോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ സൗകര്യം വെച്ചാൽ അതുവരെ ഡിനോട്ട് ചെയ്യാം. സോ ന്യൂ അഥവാ ഫ്രീക്വൻസി എന്താണെന്ന് വെച്ചാൽ, ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ it is the number of oscillations per second. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ എത്ര വേവ്സ് ഉണ്ടാവുന്നു. ക്ലിയർ? സോ അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. ന്യൂ ഈക്വൽ ടു 1/t എന്ന് എഴുതാം. ന്യൂ ഈക്വൽ ടു 1/t ആണ് ഇക്വേഷൻ മറന്നു പോരുത്. ന്യൂ ഈക്വൽ ടു 1/t എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ടൈം പീരീഡിന് മറ്റൊരു ഇക്വേഷൻ ടി ഈക്വൽ ടു 2π/ω എന്ന് എഴുതാറുണ്ട് കേട്ടോ. ടൈം പീരീഡ് ഈക്വൽ ടു 2π/ω എന്ന് എഴുതാറുണ്ട്. സോ ഫ്രീക്വൻസിയുടെയും ടൈം പീരീഡിന്റെയും ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സോ എന്തൊക്കെയാണ് നമ്മൾ അഡീഷണൽ പാരാമീറ്റേഴ്സ് നോക്കിയത്? സോ ആദ്യം നോക്കിയത് ക്രസ്റ്റും ട്രഫും ആണ്. ഉയർന്നു നിൽക്കുന്ന എക്സ്ട്രീം പോയിന്റിനെ ക്രസ്റ്റ് എന്ന് പറയും, താഴ്ന്നു നിൽക്കുന്ന എക്സ്ട്രീം പോയിന്റിനെ ട്രഫ് എന്ന് പറയും. അടുത്തത് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ രണ്ട് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫ് തമ്മിലോ ഉള്ള ദൂരത്തിന് നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ തീർക്കാൻ എത്ര സമയം എടുക്കും അതിനെയാണ് ടൈം പീരീഡ് എന്ന് പറയാം. അടുത്തത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സെക്കൻഡില് എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എന്തിനെ? ഫ്രീക്വൻസിനെ പറയാൻ പറ്റും. സോ ഇതാണ് ഈ പറയുന്ന ഒന്നാമത്തെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എല്ലാം ഇതൊക്കെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മുടെ രണ്ടാമത്തെ അതായത് അവസാനത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ്. ഒരു ട്രാവലിംഗ് വേവിന്റെ സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ എന്ത് ട്രാവലിംഗ് വേവിന്റെ സ്പീഡിനകത്ത് പല കാര്യങ്ങൾ നമുക്ക് അറിയണം. അതായത് പല കണ്ടീഷൻസ് നമ്മളിവിടെ പഠിക്കാനുണ്ട്. അതായത് സോളിലൂടെ, അതുപോലെ ലിക്വിഡിലൂടെ, ഗ്യാസിലൂടെ, ഈ പറയുന്ന 3-4 കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ എല്ലാത്തിലും ഒരേ സിമിലർ ഫോർമുലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല.
ഏറിപ്പോയ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ ജസ്റ്റ് ഫോർമുലാസ് മാത്രം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? സോ ഇതിനകത്ത് നമുക്ക് അറിയേണ്ട ഒരു ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് v, സ്പീഡിന് നമ്മൾ v എന്നാണ് കൊടുക്കുക. സോ v ഈക്വൽ ടു ന്യൂ ലാംഡ. ഇതാണ് നമുക്ക് ആകെ ഇതിനകത്ത് അറിയാനുള്ള ഇക്വേഷൻ. v ഈക്വൽ ടു ന്യൂ ലാംഡയാണ് നമ്മുടെ സ്പീഡ്. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സ്പീഡ് എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുക? ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ആണ്. സോ സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ഡിപ്പെൻഡ് അപ്പോൺ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ളത് 2 കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഈ പറയുന്ന ഫ്രീക്വൻസിയും വേവ് ലെങ്തും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസിനെയും വേവ് ലെങ്തിനെയും സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഫ്രീക്വൻസിയും വേവ് ലെങ്തും എന്തിനനുസരിച്ച് മാറും? അവിടെയാണ് നിങ്ങൾക്ക് അറിയാം. ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം കുറെ കൺസെപ്റ്റ് ഉണ്ട്, കുറെ ഫോർമുലാസ് ഉണ്ട്, അതുകൊണ്ടാണ് പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഏതൊക്കെയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ കേട്ടില്ലേ, നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചില്ലേ. സോ ഈ പറയുന്ന ഫ്രീക്വൻസിയും വേവ് ലെങ്തും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇലാസ്റ്റിക് പ്രോപ്പർട്ടിനെ അഥവാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് ലീനിയർ മാസ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ലീനിയർ മാസ് ഡെൻസിറ്റി. ക്ലിയർ? ലീനിയർ മാസ് ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ലീനിയർ മാസ് ഡെൻസിറ്റിയുടെ ഫോർമുലാസ് ഒക്കെ വരുന്നുണ്ട്, ഞാനത് ആ സമയത്ത് പറഞ്ഞുതരാം. ആ ഇക്വേഷൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ ഫസ്റ്റ് വൺ, ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവിൽ ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ സ്പീഡാണ്, അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവിന്റെ സ്പീഡാണ് കേട്ടോ. സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സ്ട്രിങ് ഞാൻ ഇത്തരത്തിൽ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് അതുമൂലം ഉണ്ടാവുന്ന വേവിന്റെ സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ സ്പീഡിൽ നമ്മൾ v എന്നാണ് ഡിനോട്ട് ചെയ്യുക. v ഈക്വൽ ടു റൂട്ട് ഓഫ് t ബൈ മ്യൂ. പുതിയ കാര്യങ്ങളാണല്ലേ. ഇവിടെ സ്പീഡ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്താ ഇവിടെ വന്നിട്ട് റൂട്ടൊക്കെ ഇട്ടിരിക്കുന്നത് വിചാരിക്കരുത്. ഇവിടെ ഒരു സ്ട്രിങ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ സ്പീഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് t ബൈ മ്യൂ തന്നെയാണ്. t എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെൻഷൻ ആണ്, അതായത് നമ്മുടെ ടെൻഷൻ അല്ല, എക്സാം എപ്പോഴാണെന്നുള്ള ടെൻഷൻ അല്ല ടി എന്ന് പറയുന്നത്. ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ടെൻഷനെയാണ് നമ്മൾ എന്ത് പറയാ? ടി എന്ന് പറയാ. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മ്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ലീനിയർ മാസ് ഡെൻസിറ്റി, അതാണ് മ്യൂ എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്ന് വെച്ചാൽ മാസ് ഓഫ് സ്ട്രിങ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് സ്ട്രിങ്. ക്ലിയർ അല്ലേ? മാസ് ഓഫ് സ്ട്രിങ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് സ്ട്രിങ് ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്. ഈ പറയുന്ന സ്ട്രിങ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ടെൻഷൻ ആണ് ടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ട് വേവ്സ് ഓരോ മീഡിയത്തിലും കൂടെ പോകുന്ന സമയത്ത് അതിന്റെ സ്പീഡിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. സൗണ്ട് വേവ്സ് ഡിഫറെന്റ് മീഡിയത്തിലൂടെ പോകാൻ കേട്ടോ. സോ ഏതൊക്കെ മീഡിയം ആണ് നോക്കാം. സൗണ്ട് വേവ്സ് ആണ്, കംപ്ലീറ്റ്ലി സൗണ്ടിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സോളിഡിലൂടെ പോകുന്നത്, ഒരു മരത്തിലൂടെ അല്ലെങ്കിൽ ഒരു ബോളിലൂടെ സൗണ്ട് വേവ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ v ഈക്വൽ ടു റൂട്ട് ഓഫ് ഇക്വേഷൻ എന്ത് വരും എന്ന് വെച്ചാൽ y ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. y ഡിവൈഡഡ് ബൈ റോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് പുതിയ സാധനം y, ഇനി ആകെ z മാത്രമേ ഉള്ളൂ, y കൂടി വന്നിരിക്കുന്നു, എന്താണ് y എന്ന് തോന്നും. y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസില്. സോ y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി, ആ മീഡിയത്തിന്റെ ഡെൻസിറ്റി. സോ y ബൈ റോ ആണ് നമ്മുടെ സോളിഡ് ഫേസിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് വേവിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. അടുത്തത് ഒരു ലിക്വിഡ് ഫേസിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും? അല്ലെങ്കിൽ സ്പീഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്നാണ് പറയാ. ബി ബൈ റോ. y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്, b എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്. y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്, b എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ്. മറക്കരുത് കേട്ടോ. b എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ്, y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും കഴിഞ്ഞു. അടുത്ത എന്താണ്? അടുത്ത ഏത് മീഡിയമാണ്? ഗ്യാഷ്യസ് മീഡിയത്തിലൂടെ, ഒരു ഗ്യാസിലൂടെ സൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സോ v ഈക്വൽ ടു റൂട്ട് ഓഫ് P ഡിവൈഡഡ് ബൈ റോ. P എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. അതായത് ന്യൂട്ടൺ പറഞ്ഞു, ഇവിടെയാണ് നമ്മുടെ ന്യൂട്ടൺ വരുന്നത് കേട്ടോ. ന്യൂട്ടൺ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഒരു ഗ്യാസിലൂടെ പ്രഷർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഐസോതെർമൽ ആണ്.
ഐസോതെർമൽ കണ്ടീഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടൈമിൽ ഒരു സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ന്യൂട്ടൺ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൾക്ക് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? പ്രഷർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. സോ ബൾക്ക് മോഡുലസിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രഷർ അഥവാ പി വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് കേട്ടോ. പി വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ എന്ന രീതിയിൽ വരും. റൂട്ട് ഓഫ് പി ബൈ റോ അറ്റ് എസ് ടി പി എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ ആണ് ഇത് വരുന്നത്. പക്ഷേ ഇത് ഈ പറയുന്ന ന്യൂട്ടന്റെ ഈ ഒരു കൺസെപ്റ്റിന് ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ന്യൂട്ടൺ ഇത്രയും വലിയ ബുദ്ധിക്കട്ടയാണ്. അപ്പൊ ന്യൂട്ടന് വരെ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് കേട്ടാ. ന്യൂട്ടന്റെ വരുത്തിയ തെറ്റാണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പോകുന്നത് കേട്ടാ. സോ എന്താണ് ന്യൂട്ടന് പറ്റിയ തെറ്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിന്റെ സമയത്ത് നമ്മുടെ പ്രഷർ, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയായിരിക്കും വെച്ചാൽ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് 1.013 into 10⁵ പാസ്കൽ ആയിരിക്കും. അതുപോലെ തന്നെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.239 kg/m³ ആണ് കേട്ടോ. അതായത് STP കണ്ടീഷനിൽ ഗ്യാസിന് ഉണ്ടാവുന്ന പ്രഷറും ഡെൻസിറ്റിയും നമുക്ക് അറിഞ്ഞു. പക്ഷേ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ ഈ പറയുന്ന വെലോസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 280 m/s ആണ്. ക്ലിയർ അല്ലേ? ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ നമ്മൾ ഈ പറയുന്ന വെലോസിറ്റിക്ക് പിയും റോയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 280 m/s ആണ്. പക്ഷെ ഇത് തെറ്റാണ്. ന്യൂട്ടൺ പറഞ്ഞ കാര്യം തെറ്റാണ്. ന്യൂട്ടൺ അത്രയ്ക്കൊന്നും ഇതിൽ വിവരമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ കാര്യം എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത്, ഇത് കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ മീൻസ് ആണ്. നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ അല്ല നമുക്ക് കിട്ടുക. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 332 m/s ആണ്. 332 m/s ആണ്. ഏകദേശം 52 m/s വെലോസിറ്റിയുടെ കുറവുണ്ട്. സോ അത് ന്യൂട്ടൺ വരുത്തിയ മിസ്റ്റേക്ക് ആണ്. സോ ന്യൂട്ടന്റെ മിസ്റ്റേക്ക് ആരാണ് ശരിയാക്കിയത്? ലാപ്ലാസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ലാപ്ലാസ് എന്ന് പറഞ്ഞ അടുത്ത ബുദ്ധിക്കട്ടയാണ് ഈ പറയുന്ന ന്യൂട്ടൺ വരുത്തിയ തെറ്റിനെ തിരുത്തി എഴുതിയത്. സോ അയാൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ന്യൂട്ടൺ പറഞ്ഞു ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്, അതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ലാപ്ലാസ് പറഞ്ഞത് ഇതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ്. ഇതൊരു അഡയബാറ്റിക് പ്രോസസ്, ഐസോതെർമൽ അല്ല, ഇതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വെറുതെ പി നിട്ടാ പോരാ, നമ്മുടെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നമുക്ക് എന്ത് എഴുതണം? ഗാമ ഇൻറ്റു പി എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഗാമ ഇൻറ്റു പി. ഞാൻ ആ പറഞ്ഞ തെർമോഡൈനാമിക്സ് പറഞ്ഞ സമയത്ത് ഞാൻ ഗാമ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഗാമ നമ്മുടെ അഡയബാറ്റിക് പ്രോസസ്സിലാണ് നമ്മൾ ഗാമ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമയുടെ വാല്യൂ എത്രയാണ്? 1.4 ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്നുകൂടി മാറും. റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ റോ എന്നാവും. ക്ലിയർ അല്ലേ? ലാപ്ലാസ് ആണ് ന്യൂട്ടനെ തിരുത്തിയിട്ട് നമ്മൾ എന്ത് എഴുതി? ഗാമ ഇൻറ്റു പി എന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി. ഗാമയുടെ വാല്യൂ 1.4 ആണ്. സോ ഇങ്ങനെ ഈ ഒരു ഫോർമുലയിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് വാല്യൂ ആയിട്ട് നിയർ ബൈ വാല്യൂ കിട്ടും. ഏകദേശം 331.3 എന്ന് പറയുന്ന m/s എന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ വാല്യൂ ആയിട്ട് ക്ലോസസ്റ്റ് ആയ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഫിഗർ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് നമുക്ക് സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവിൽ പഠിക്കാനുള്ളത്. സോ ആദ്യം സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ എന്താണ് സ്പീഡിന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ ഗ്യാസിന്റെ, ലിക്വിഡിന്റെ, സോളിഡിന്റെ ഈ 3 ഫേസിലൂടെയുള്ള സൗണ്ട് വേവിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സോ ഗ്യാസിന്റെ കേസിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ തെറ്റാണ്. സോ അതിന് ആരാണ് റെക്ടിഫൈ ചെയ്തത്? ലാപ്ലാസ് ആണ് റെക്ടിഫൈ ചെയ്തത്. പിക്ക് പകരം ഗാമ ഇൻറ്റു പി എന്ന രീതിയിൽ ലാപ്ലാസ് മാറ്റി എഴുതി. ഗാമയുടെ വാല്യൂ 1.4 ആണ്. സോ നമ്മുടെ ആക്ച്വൽ എക്സ്പെരിമെന്റൽ ഫിഗറിന് അടുത്ത് ക്ലോസസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത്. വേവിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ ഇതോടുകൂടി +1 ഫിസിക്സിന്റെ കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഒരു 2-3 വീഡിയോസ് പ്രതീക്ഷിക്കാം. അതായത് മെയിൻലി ഗ്രാവിറ്റേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ ഓസിലേഷൻസ് ബേസ് ചെയ്ത പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സോ ആ പ്രോബ്ലംസ് ഓറിയന്റഡ് ആയിട്ട് ഇനിയും കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.